നമസ്കാരം. CPI സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ CPMന്റെ വലിയേട്ടൻ മനോഭാവം പൊളിച്ചടക്കുന്ന നിലപാടുകളാണ് ഉണ്ടായത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരെയുള്ള വിമർശനം ഉയർന്നിരുന്നു. പക്ഷേ അതിൽ നിന്നുമൊക്കെ വിഭിന്നമായി ഉയർന്ന നിലപാട് ഇടതുമുന്നണി കൺവീനർ EP ജയരാജനെയും തൃശൂർ മേയർ MK വർഗീസിനെയും മാറ്റണമെന്നതാണ്. ഇരുവർക്കുമെതിരെ ആരോപണ ശരങ്ങൾ പെയ്യുകയായിരുന്നു. EP ജയരാജന്റെ സ്ഥാനമാറ്റം നിർബന്ധമാണെന്നാണ് CPI ഔദ്യോഗികമായി ആവശ്യപ്പെടാൻ പോകുന്നതും. EP-യുടെ സമീപനം ശരിയല്ല, അത് ഇടതുമുന്നണിയെ വഞ്ചിക്കുന്നതായിരുന്നു. അതുകൊണ്ട് ആ സ്ഥാനത്ത് തുടരാൻ EP അർഹനല്ല എന്നതാണ് CPI ഉന്നയിക്കുന്ന പ്രധാന വാദം. ഇതിനൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനമുണ്ടായി. തൃശൂരിലെ CPIയുടെ സുനിൽകുമാറിന്റെ തോൽവിയിൽ CPI ചില ഗൂഢാലോചനകളൊക്കെ സംശയിക്കുന്നുമുണ്ട്. തൃശൂർ മേയറുടെ BJP മനോഭാവവും ശരിയല്ല എന്നതാണ് CPIയുടെ വിലയിരുത്തൽ. ഈ മേയറെ നിലനിർത്തി കോർപ്പറേഷൻ ഭരണം തുടരുന്നതിൽ അർത്ഥമില്ല. മേയറെ മാറ്റണമെന്ന ആവശ്യം CPIന് മുമ്പിൽ വെക്കണമെന്നാണ് തൃശൂരിലെ നേതാക്കൾ ആവശ്യപ്പെട്ടത്. സംസ്ഥാന കൗൺസിൽ ബുധനാഴ്ചയും തുടരും. ഇതിലെ തീരുമാനങ്ങൾ ഇടതുമുന്നണിയിൽ CPI ഉന്നയിക്കും. ഗൗരവമുള്ള വിമർശനമാണ് CPI ഉയർത്തുന്നത്. പിണറായി മുഖ്യമന്ത്രിയായ ശേഷം ആദ്യമായാണ് ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ CPIയുടെ ഭാഗത്തു നിന്നും CPMനെതിരെ ഉയരുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിന്റെയും രീതി തിരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായിട്ടുണ്ടെന്ന് യോഗം ചൂണ്ടിക്കാണിച്ചു. ഇതിൽ മാറ്റമുണ്ടാകണം. മുഖ്യമന്ത്രിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി അപകടകരമാണെന്ന് തിരിച്ചറിയണമെന്നും വിമർശനമുണ്ടായി. എല്ലാം ഞാനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി മാറിയത് ജനങ്ങളെ ഇടതുപക്ഷത്ത് നിന്ന് അകറ്റിയെന്നാണ് വിലയിരുത്തൽ. സർക്കാരിന് കൂട്ടുത്തരവാദിത്തമുണ്ടെന്ന ബോധ്യം ഇല്ലാതെയാക്കി. അദ്ദേഹത്തിന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല. പിണറായി വിജയൻ അങ്ങനെയാണ്. അതിൽ വേണ്ടത് CPM തന്നെ ചെയ്യട്ടെ എന്നാണ് CPIയുടെ നിലപാട്. അതുകൊണ്ട് തന്നെ EP-ക്കെതിരെയാകും CPIയുടെ ഇടതുമുന്നണിയിലെ കടന്നാക്രമണം മുഴുവൻ. BJP നേതാവുമായുള്ള EP-യുടെ കൂടിക്കാഴ്ച അത്ര നിഷ്കളങ്കമായി കാണേണ്ട ഒന്നല്ല. വോട്ടെടുപ്പ് ദിവസം തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയതിലും ദുരൂഹതയുണ്ട്. അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് CPI ആവശ്യപ്പെടാതിരുന്നത് പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണെന്നും നേതാക്കൾ ചർച്ചയിൽ കുറ്റപ്പെടുത്തി. CPI മന്ത്രിമാർ തന്നെ പാർട്ടി നിർവാഹക സമിതിയിൽ ഇരിക്കുന്നത് സംഘടനയെ ദുർബലമാക്കി. CPI മന്ത്രിമാരുടെ പ്രവർത്തനവും മെച്ചപ്പെട്ടതല്ല. നേരത്തെ മന്ത്രിമാരെ സംസ്ഥാന നിർവാഹക സമിതിയിൽ നിന്ന് മാറ്റുന്ന രീതി സ്വീകരിച്ചിരുന്നു. ഇത്തവണ അതിൽ മാറ്റം വരുത്തിയതിന്റെ കോട്ടം പാർട്ടിക്കുണ്ടായി. അതിനാൽ മന്ത്രിമാരെ പാർട്ടി നിർവാഹക സമിതിയിൽ നിന്ന് മാറ്റണമെന്നാണ് ആവശ്യം. നവകേരള സദസ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ എതിരാക്കുകയും ചെയ്തു. ഇടതുമുന്നണി ഒന്നിച്ച് ഒരു പ്രചാരണ ജാഥയാണ് നടത്തിയിരുന്നെങ്കിലും രാഷ്ട്രീയമായ നേട്ടമുണ്ടാകുമായിരുന്നു. ക്ഷേമ പദ്ധതികളെല്ലാം മുടങ്ങിക്കിടക്കുമ്പോൾ സർക്കാരിന്റെ യാത്ര ധൂർത്താണെന്ന ബോധമാണ് ജനങ്ങളിൽ ഉണ്ടാക്കിയതെന്നും വിമർശനമുയർന്നു. എന്തായാലും CPI ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് CPM മുഖവിലക്കെടുക്കുക എന്ന കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. CPMന്, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന CPMന് വലിയേട്ടൻ മനോഭാവം കുറച്ചധികം കൂടുതലാണ്. മറ്റൊന്നിനെയും കൂസാൻ സാധ്യതയുമില്ല. CPI പോയാലും കുഴപ്പമില്ല, മുസ്ലിം ലീഗിനെയും സംസ്ഥയെയും ചേർത്ത് നിർത്തണമെന്ന ഒരു മനോഭാവം കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. അതുകൂടി കണക്കിലെടുത്തായിരിക്കും CPIക്കുള്ള മറുപടി CPM നൽകുക. മുഖ്യമന്ത്രിയെ തിരുത്തണമെന്നത് CPM തന്നെ എടുക്കേണ്ട തീരുമാനമാണെന്നും പറയുന്നു. പക്ഷേ എങ്ങനെയാണ് CPM എടുക്കുക ആ തീരുമാനം? മുഖ്യമന്ത്രിക്ക് മുമ്പിൽ മുട്ടുകൂട്ടിയിടിക്കുന്ന വിഭാഗം നേതാക്കളും മന്ത്രിമാരുമാണ് അദ്ദേഹത്തിന് ചുറ്റുമുള്ളത്. അദ്ദേഹത്തിന് റാൻ മൂളുന്നവർ മാത്രം. പിന്നെ EP ജയരാജന്റെ കാര്യം. EP-യും ഏതാണ്ട് പാർട്ടി ഇനി വിട്ടാൽ, അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറേണ്ടി വന്നാൽ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി EP BJP-യിലേക്ക് പോകുമോ എന്നുള്ളത് പോലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇത്രയും പ്രതികൂലമായ ഒരു കാലാവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് EP BJP-യിലേക്ക് പോകുക എന്നത് വലിയൊരു ചോദ്യമാണ്.
തൃശൂർ മേയറെ മാറ്റിയാലും ഉണ്ട് പ്രശ്നങ്ങൾ. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും അടുത്തിരിക്കെയാണ്. ഇതിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, പാർട്ടിയിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അംഗത്വം നഷ്ടപ്പെട്ടാൽ, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിച്ചു വന്ന അദ്ദേഹത്തെ പുറത്താക്കിയാൽ, മാറ്റി നിർത്തിയാൽ അത് CPM-ന് തന്നെ ഏറെ ദോഷം ചെയ്യുമെന്ന് CPM തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് ശാസിച്ചു വിട്ടിട്ടും വീണ്ടും സുരേഷ് ഗോപിയെ പുകഴ്ത്തി സംസാരിച്ചതിനു ശേഷവും CPM മൗനം പാലിക്കുന്നത്. ഇപ്പോഴൊരു കൊഴിഞ്ഞുപോക്കുണ്ടായാൽ വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ, ഉപതെരഞ്ഞെടുപ്പുകളിൽ അടക്കം അത് ബാധിക്കുമെന്ന് CPM-ന് നന്നായിട്ട് അറിയാം. ഒരു വേള തൃശൂർ മേയർ BJP-യിലേക്ക് പോകാനും അധികം സമയം വേണ്ട. മാത്രമല്ല, BJP സീറ്റ് കൊടുക്കുകയും അവിടെ നിന്ന് ജയിക്കുകയും ചെയ്താൽ അതോടെ തീരും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാ പ്രതീക്ഷകളും. ഇപ്പോഴൊരു പ്രതീക്ഷയുള്ളത് തിരുത്തൽ ശൈലി ജനം സ്വീകരിക്കുമെന്നുള്ളതിലാണ്. പക്ഷെ എവിടെയാണ് തിരുത്തേണ്ടത്, ആരാണ് തിരുത്തപ്പെടേണ്ടത് എന്നൊക്കെ CPM തീരുമാനിക്കും. ഇപ്പോൾ ഗോവിന്ദൻ അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രാഞ്ച് സെക്രട്ടറിമാരെ അടക്കം, അതേ താഴെത്തട്ടിലുള്ള നേതാക്കളെ അടക്കം തിരുത്തുവാനാണ്. തിരുത്തുന്നതിൽ കൂടുതൽ അഴിമതി കഥകളും പെൺവേട്ട കഥകളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതിനെയെല്ലാം അഭിമുഖീകരിച്ച് എങ്ങനെയാണ് ഇനി CPM പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നും ചിന്തിക്കേണ്ട വിഷയമാണ്. നന്ദി.